എന്തുപറ്റി? ഭഗവാൻ നേരിട്ടൊന്ന് തലോടിയെന്ന് വിചാരിച്ചോ? പറയാൻ പറ്റില്ല. ഇത്രയും വലിയ ഭക്തയ്ക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ദർശനം ഉണ്ടായേക്കാം. കഥ ഇന്ന് രാവിലെ തന്നെ കണ്ടപ്പോൾ മുതൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. കൈവിട്ടു പോയി എന്ന് വിചാരിച്ച എൻ്റെ ജീവിതം എന്നിലേക്ക് എന്നെ തിരിച്ചു വന്ന പോലെ. ഈ കൊല്ലത്തെ വിഷു ഒരുക്കങ്ങൾ ഗംഭീരമാവും, എനിക്കുറപ്പാ. പൂജകൾ നന്നായിട്ട് നടന്നപ്പോൾ പൂജാരി അത് പറഞ്ഞു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് എൻ്റെ വിഷു കൈനീട്ടാം. എന്തൊന്നും മിണ്ടാത്തെ? ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലല്ലോ. അയ്യോ, അത് ഞാൻ... ഈ സംസാരം ഉണ്ടല്ലോ, നിഷ്കളങ്കത പോലും മാറാത്ത ഈ സംസാരം, അതാ എനിക്കിഷ്ടം. അയ്യോ, ഞാനൊരു തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് ആ നിമിഷം തൻ്റെ കണ്ണുകൾ പറയും. അത് കാണാൻ നല്ല രസമാണ്. എന്നാ പൊയ്ക്കൂ. നന്ദേട്ടാ, ഇങ്ങോട്ട് വന്നേ. ദേ, അങ്ങോട്ട് നോക്കി. അയ്യോ, ഗാഥ, നന്ദേട്ടാ, കണ്ടോ പൂജകളൊക്കെ ഭംഗിയായി തീർന്നതിന്റെ ഗുണം. ഗാഥയും നവീനും തമ്മില് പഴയതുപോലെ ആയി.